അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ തന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഒരു ദോശ ഉണ്ടാക്കുകയാണ്, കൂടെ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയും കൂടെ റെഡിയാക്കാൻ പോവുകയാണ്. തേങ്ങ ചിരകി ഞാൻ ഇവിടെ ചമ്മന്തിക്കെല്ലാം അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കടുക് താളിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച് ചമ്മന്തി അരപ്പൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇച്ചിരി കഴുകി വെള്ളവും കൂടെ അതിലിനെ ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ലഞ്ചിനാണ് ഇപ്പോൾ ബീഫ് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അവിടെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോളയും തക്കാളിയും വെമ്പയിലയും എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇതിലൊന്ന് തട്ടിക്കൊടുക്കാം. രാവിലെ തന്നെ ബീഫ് കറിയും കൂടെ വെക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ നന്നായിട്ട് ഇളക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പെരിഞ്ചീരകമാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഇവിടെ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 വിസിൽ മതിയാവും ബീഫ് വേവാനായിട്ട്. അങ്ങനെ ബീഫ് വെന്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വിറകടുപ്പിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പം നല്ല വെന്ത് പാകമായിട്ട് ഇരിപ്പുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അച്ചാറിടാനാണ് പോകുന്നത്. അച്ചാറിനായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അച്ചാർ മാങ്ങയിൽ ഉപ്പൊക്കെ ഇട്ട് നല്ല പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് മസാല ഒന്ന് ഇടുന്നതായിരിക്കും. മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഈ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഇതൊന്ന് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കായപ്പൊടിയും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ മാങ്ങയും കൂടെ അങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞു. രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നല്ല പാകമായിട്ട് ഇരിപ്പുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇത് മത്തിയാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കിച്ചൺ ക്ലീൻ ആക്കുന്നതാണ് അടുത്ത പരിപാടി. ഇനി കിച്ചണെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ